അടുത്ത് നമ്മൾ നോക്കുന്നത് റീഹീറ്റ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റനാണ്. KTUവിൽ ഡിസംബർ 2009 ക്വസ്റ്റനാണ്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: സ്റ്റീം അറ്റ് എ പ്രഷർ ഓഫ് 15 bar and 250 degrees Celsius is expanded through a turbine to a pressure of 4 bar. It is then reheated at constant pressure to 250 degrees Celsius and finally expanded to 0.1 bar. Find efficiency of the cycle. Pump work can be neglected. And question second part ഇങ്ങനെയാണ്: what will be the efficiency without reheating? Okay, പ്രോബ്ലം റീഹീറ്റിംഗ് വെച്ചാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം വിത്തൗട്ട് റീഹീറ്റിംഗ് ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നതിന് എഫിഷ്യൻസിയുടെ വാല്യൂ വരുന്നത്, അതും കൂടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം റീഹീറ്റ് സൈക്കിളിൻ്റെ ഡയഗ്രാം നമ്മളിങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. Here we have the boiling process up to superheat limit. അതിനുശേഷം ടർബൈനിലെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷൻ, ദെൻ റീഹീറ്റിംഗ്, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് എക്സ്പാൻഷൻ, condensation, and last we have the pumping process. Okay, this should be at liquid line തന്നെ ആയിരിക്കും ഈ പോയിന്റ് വരാനുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഡേറ്റാസ് ആയിട്ട് നമുക്കിതിനകത്ത് മാർക്ക് ചെയ്യാം. സ്റ്റീം അറ്റ് എ പ്രഷർ ഓഫ് 15 bar and 250 degrees Celsius is expanded through a turbine to a pressure of 4 bar. Okay, so initial condition here at 1 we have 15 bar and 250 degree Celsius. It is expanded through a turbine to a pressure of 4 bar. Okay, so നമ്മുടെ രണ്ടാമത്തെ പ്രഷർ ലൈനിൽ, അതായത് 2 എന്ന് പറഞ്ഞ പോയിൻ്റ് വാല്യൂ ആണ് 4 bar എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദെൻ റീഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, സോ P2 ആൻഡ് P3 രണ്ടും ഒരേ പ്രഷർ ലൈനിൽ തന്നെയാണ് വരുന്നത്, ടു ടെമ്പറേച്ചർ ഓഫ് 250 ഡിഗ്രി സെൽഷ്യസ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യലി 250 ആണ്, വീണ്ടും 250 ആണ്. സോ ഇത് റൈസ് ചെയ്ത് ഇതേ പോയിൻ്റ് തന്നെ വീണ്ടും വരും. TS ഡയഗ്രത്തിൽ സെയിം ടെമ്പറേച്ചർ ലൈനിൽ തന്നെയാണ് അത് വീണ്ടും വന്ന് മീറ്റ് ചെയ്യാനുള്ളത്. ദെൻ ഇറ്റ് ഈസ് അഗെയിൻ എക്സ്പാൻഡഡ് ടു 0.1 bar. സോ ഇവിടെ പോയിൻ്റ് 3യിൽ നിന്നും നേരെ താഴേക്ക് 0.1 bar ആണ് ഫൈനൽ കണ്ടീഷൻ. ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ 1, 2, 3 ആൻഡ് 4 ഈ 4 പോയിൻറ്റിൻ്റെയും പ്രഷറിൻ്റെ ഡേറ്റാസ് വിധം തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് മൊളിയർ ഡയഗ്രമാണ്. സോ ഇതാണ് നമ്മുടെ മൊളിയർ ഡയഗ്രാം. സ്റ്റീം ടേബിൾസ് കയ്യിലില്ല, ടെക്സ്റ്റിലെ ചാർട്ടാണ്, സോ കുറച്ച് വലുതാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 15 bar and 250 degree Celsius. ആ ഒരു പോയിൻ്റ് നമുക്ക് ആദ്യം ഈ ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യണം. ഈ ചാർട്ടിൻ്റെ മുകളിലത്തെ ആക്സിലായിട്ട് നമുക്ക് ആ പ്രഷറിൻ്റെ റീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ വി നീഡ് ടു ഫൈൻഡ് 15 bar പ്രഷർ. ഓക്കെ, സോ യു ഹാവ് 30, 25, 20. ഇതാണ് നമ്മുടെ 15 ബാറിൻ്റെ പ്രഷർ ലൈൻ എന്ന് പറയുന്നത്. 15 ബാറിൻ്റെ പ്രഷർ ലൈനും 250 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇറ്റ് കംസ് ലൈക്ക് 15 ബാറിൻ്റെ പ്രഷർ ലൈൻ മീറ്റിംഗ് വിത്ത് 250 degree Celsius ടെമ്പറേച്ചർ ലൈൻ, വിത്ത് 250 degree Celsius ടെമ്പറേച്ചർ ലൈൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. ഇനി നമുക്കറിയാം അവിടെ നിന്നും താഴേക്കുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. 2 ഏത് പ്രഷർ വരെയാണ്? 4 ബാറിൻ്റെ പ്രഷർ വരെ. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് പോയിൻ്റിൽ നിന്നും താഴോട്ട് ഐസെൻട്രോപ്പിക്കലായിട്ട് മാർക്ക് ചെയ്യുമ്പം 4 ബാറിൻ്റെ പ്രഷർ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഹിയർ വി ഹാവ് 4 ബാറിൻ്റെ പ്രഷർ ലൈൻ ഇതാണ് വരുന്നത്. ഹിയർ ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ദ പോയിൻറ്റ്സ് 1 and 2. ഞാൻ ഈ 2 പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂസ് അതിൻ്റെ y ആക്സിൽ റീഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂസ് ഒന്ന് മാർക്ക് ചെയ്യാം. അറ്റ് പോയിൻറ്റ് 1 ദ എൻതാൽപ്പി ഈസ് 2900 ആൻഡ് ചെറിയൊരു ചേഞ്ചും കൂടെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് H1 is equal to
2910 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഓക്കെ, H1ൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് ആയിട്ട് വന്ന 2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ അവിടുത്തെ എൻതാൽപ്പി വാല്യൂ ഇറ്റ്സ് ലൈക്ക് 2615 നിയർ ആയിട്ടുള്ള വാല്യൂ വരും. H2 is equal to 2650 joules per kilogram. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഏതാണ്? റീഹീറ്റിംഗ് ആണ്. ടു ഏത് പോയിൻ്റ് വരെ? P4ൻ്റെ സെയിം പ്രഷർ ലൈനിൽ തന്നെ 250 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെ. സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4ൻ്റെ ആ ഒരു പ്രഷർ ലൈൻ, 4 ബാറിൻ്റെ പ്രഷർ ലൈൻ വീണ്ടും 250 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. ഹിയർ യു ഹാവ് ദി തേർഡ് പോയിൻറ്റ്, 250 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആൻഡ് 4 ബാർ പ്രഷർ. ഓക്കെ, ഇനി അടുത്തേതാണ്? അഗെയിൻ 3 to 4 ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള എക്സ്പാൻഷനാണ്. ടു ഏത് പ്രഷർ വരെ? 0.1 ബാറിൻ്റെ പ്രഷർ വരെ. സോ അഗെയിൻ ഈ പോയിന്റിൽ നിന്നും 0.1 ബാറിലേക്ക്, 0.1 ബാർ നമുക്ക് അതിൻ്റെ വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള വൈ ആക്സിൽ റീഡ് ചെയ്യാം. 0.1 ബാർ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ ഒരു പോയിൻ്റാണ് 0.1 ബാറായിട്ട് വരുന്നത്. ഞാൻ ഈ പിന്നിൽ മാർക്ക് ചെയ്തേക്കുന്ന 4 ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 1, 2, 3 ആൻഡ് 4 എന്ന് പറയുന്ന ലൈൻസ്. ഇനി അതിനുശേഷം 4ൽ നിന്നും കോൺസ്റ്റൻറ്റ് പ്രഷറിൽ മാർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കണ്ടൻസേഷൻ പ്രോസസ്സ്. സോ അതിനുശേഷമുള്ള പോയിൻറ്റ്സ് ഈ ചാർട്ടിൽ തന്നെ ഡയറക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ തൽക്കാലം ഇത്രയും പോയിൻറ്റ്സും അവിടുത്തെ എൻതാൽപ്പി വാല്യൂസും മാത്രമാണ് നമ്മൾ എഴുതുന്നത്. സോ വി ഹാവ് ഓൾറെഡി റിട്ടൺ H1, H2 എൻതാൽപ്പി എഴുതിയിട്ടുണ്ട്. H3യിൽ 3 എന്ന് പറഞ്ഞ പോയിൻ്റ് എൻതാൽപ്പി വാല്യൂ ലൈക്ക് 2950 വരും. H3 is equal to 2950 കിലോ ജൂൾസ് പെർ കിലോഗ്രാം വരും. അതുപോലെ തന്നെ 4 എന്ന് പറയുന്ന പോയിൻ്റിൻ്റെ കണ്ടീഷൻ അവിടുത്തെ വാല്യൂ ഓൾമോസ്റ്റ് 2350 വരും. H4 is equal to 2350. ഓക്കെ, സോ ഇത്രയും ഡേറ്റയാണ് നമ്മൾ മൊള്ളിയർ ചാർട്ടിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത്. 1 to 2 isentropic process, then 2 to 3 constant pressure heating to 250 degree Celsius temperature, then 3 to 4 second stage expansion, low pressure turbine expansion process. Okay, മൊള്ളിയർ ചാർട്ടിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത റീഡിങ്സും ആ ഒരു മൊള്ളിയർ ചാർട്ടിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ സാമ്പിൾ ഫിഗറും ദെൻ നമ്മുടെ TS ഡയഗ്രം മൂന്നും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫിഷ്യൻസിയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദി ടർബൈൻ വർക്ക് ആൻഡ് ഹീറ്റ് സപ്ലൈഡ്. ടർബൈൻ വർക്ക് ഫോർ എ റീഹീറ്റ് സൈക്കിൾ നമുക്കറിയാം. ടർബൈൻ്റെ 2 സെക്ഷൻസ് ഉണ്ട്, ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. 2 സ്ഥലത്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജി ആയിരിക്കും ടർബൈൻ്റെ ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് H1 മൈനസ് H2 പ്ലസ് H3 മൈനസ് H4. നമ്മളിപ്പോൾ മാസ് പെർ കിലോഗ്രാമിനാണ് ചെയ്യുന്നത്, സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട്സ് ആണ് എടുക്കുന്നത്. സോ മാസ് കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ മാസം എടുത്ത് റീഹീറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് സ്റ്റേജിലോട്ടും സപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ മാസിൻ്റെ വാല്യൂലും വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ ദി വർക്ക് ടർബൈൻ ഇസ് ഈക്വൽ ടു H1 മൈനസ് H2 പ്ലസ് H3 മൈനസ് H4 എന്ന് വരും. ഈ 4ൻ്റെയും വാല്യൂസ് നമ്മൾ ഓൾറെഡി മുകളിൽ ഡയഗ്രം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വി ഹാവ് H1 ഇസ് ഈക്വൽ ടു 2910 മൈനസ് H2 ഇസ് ഈക്വൽ ടു 2650 പ്ലസ് H3യുടെ വാല്യൂ 2950 മൈനസ് H4ൻ്റെ വാല്യൂ 2350. സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എൻതാൽപ്പി അല്ലെങ്കിൽ വർക്ക് ഫ്രം ദ ടർബൈൻ്റെ വാല്യൂ വി ഗെറ്റ് ദാറ്റ് ആസ് 860 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കണം. ഹീറ്റ് സപ്ലൈൻ്റെ കേസ് വരുമ്പോഴും നമുക്കറിയാം റീഹീറ്റ് സൈക്കിളിൽ ബോയിലറിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? H1 മൈനസ് H6 പ്ലസ് ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബോയിലറിൽ കുറച്ച് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര രൂപ ഹീറ്റ് ഉണ്ട്? H3 മൈനസ് H2. 2 എന്ന കണ്ടീഷനിലാണ് ഹീറ്റാണ് അകത്തോട്ട് കയറുന്നത്, 3 എന്ന കണ്ടീഷനാണ് പുറത്ത് വരുന്നത്. സോ എക്സ്ട്രാ ഹീറ്റ് ആഡ് ചെയ്യുന്നത് H3 മൈനസ് H2. രണ്ടിനും കൂടെ സമ്മാണ് ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ്. സോ Q ഇസ് ഈക്വൽ ടു H1 മൈനസ് H6
ഇതാണ് ബോയിലറിൽ ആഡ് ചെയ്യുന്ന ഹീറ്റ് ടു മെയിൻ വാട്ടർ പ്ലസ് റീഹീറ്റിന് വേണ്ടി വരുന്നത് H3 മൈനസ് H2. ഇവിടെയും നമുക്ക് H1, H2, H3 ഈ വാല്യൂസ് എല്ലാം നേരത്തെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. H6 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാത്തത്. ഓക്കെ, 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് പമ്പ് വർക്ക് കഴിഞ്ഞ് വരുന്ന പോയിൻറ്റ് 6ൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടാത്തൊരു വാല്യൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പമ്പ് വർക്ക് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, ദാറ്റ് മീൻസ് H6 is equal to H5. ഓക്കെ, എഗെയിൻ 5 എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്? 5 എന്ന് പറയുന്ന പോയിൻ്റ് 4ൻ്റെ തന്നെ എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് കണ്ടീഷനാണ്. നമുക്കറിയാം 5-4 എന്ന് പറയുന്ന കണ്ടൻസേഷൻ പ്രോസസ്സെല്ലാം നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. എത്രയായിരുന്നു പ്രഷർ? 0.1 ബാർ എന്ന് പറയുന്ന പ്രഷറിലാണ് ആ പ്രോസസ്സെല്ലാം നടക്കുന്നത്. അപ്പം 5 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എൻതാൽപ്പി വാല്യൂ കിട്ടാനായിട്ട് നമുക്കൊന്നെങ്കിൽ സ്റ്റീം ടേബിൾ യൂസ് ചെയ്ത് 0.1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 0.1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF വാല്യൂ നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് 191.8 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്നാണ്. ഓക്കെ, സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഹീറ്റ് സപ്ലൈ കണ്ടുപിടിക്കാം. Q is equal to H1 is 2910 minus H6 or HF at 0.1 bar. എത്രയുണ്ട്? 191.8 പ്ലസ് H3 minus H2. H3യുടെ വാല്യൂ we have 2950 and H2ൻ്റെ വാല്യൂ 2650. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് കിട്ടുന്ന ക്യൂവിൻ്റെ വാല്യൂ ഇതാണ് 3018.2 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഓക്കെ, സോ നമുക്ക് ടർബൈൻ വർക്ക് കിട്ടിയിട്ടുണ്ട്, ക്യൂവും കിട്ടിയിട്ടുണ്ട്. പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ടർബൈൻ വർക്ക് തന്നെയാണ് നമുക്ക് നെറ്റ് വർക്ക് ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു W ടർബൈൻ ഡിവൈഡഡ് ബൈ Q. W ടർബൈൻ്റെ വാല്യൂ 860 ഡിവൈഡഡ് ബൈ Q 3018.2. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? You will get the efficiency as 28.49% എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ദ എഫിഷ്യൻസി ഇഫ് വിത്തൗട്ട് റീഹീറ്റിംഗ്. ഓക്കെ, അതായത് 2 to 3 എന്ന് പറഞ്ഞാൽ ഒരു റീഹീറ്റിംഗ് പ്രോസസ്സിനകത്ത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അതിന് എഫിഷ്യൻസി വാല്യൂ? ദാറ്റ് മീൻസ് സിംപ്ലി 1 എന്ന് പറഞ്ഞ 15 ബാർ പ്രഷർ മുതൽ 0.1 ബാർ എന്ന ഫൈനൽ പ്രഷർ വരെ ഐസെൻട്രോപ്പിക്കലി എക്സ്പാൻഡ് ചെയ്താൽ വരേണ്ട എൻതാൽപ്പി എത്രയായിരുന്നു? അതായിരിക്കും അവിടുത്തെ ടർബൈൻ വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് മൊള്ളിയർ ഡയറ്റ് തന്നെ ഒന്നെങ്കിൽ ഈ പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 0.1 ബാറിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, മൊള്ളിയർ ചാർട്ടിൽ തന്നെ 15 ബാർ ആൻഡ് 250°C ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ 1 പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് ഐസെൻട്രോപ്പിക്കായിട്ട് 0.1 ബാറിലേക്ക് കൊണ്ടുപോയി മീറ്റ് ചെയ്യിക്കുക. അവിടെ കിട്ടുന്ന വാല്യൂ ആയിരിക്കും വിത്തൗട്ട് റീഹീറ്റിങ്ങിൻ്റെ കേസിൽ H2 വാല്യൂ. ഓക്കെ, ഫൈനൽ എൻതാൽപ്പി. സോ അതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് ചാർട്ടിൽ ഡയറക്റ്റ് നേരെ ഐസെൻട്രോപ്പിക്കലായിട്ട് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഒബ്റ്റെയിൻ വിത്തൗട്ട് റീഹീറ്റിംഗ് ദി ഫൈനൽ എൻതാൽപ്പി H dash is equal to 2125 kilojoules per kilogram ആണ്. ഓക്കെ, H ഡാഷിൻ്റെ വാല്യൂ 2125 kilojoules ആയിരുന്നു തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടർബൈൻ വർക്ക് എങ്ങനെ മാറും? ടർബൈൻ വർക്ക് WT is equal to H1 minus H dash എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് H1 സെയിം തന്നെയാണ് 2910 മൈനസ് H ഡാഷിൻ്റെ വാല്യൂ 2125. സോൾവ് ചെയ്യാൻ വരും 2910 മൈനസ് 2125. You get 785 kilojoules per kilogram. ഓക്കെ, സോ റീഹീറ്റിംഗ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് 860 kilojoules ഓഫ് വർക്ക് ഔട്ട്പുട്ട് കിട്ടിയ സ്ഥലത്ത് ഇവിടെ 785 ആയിരുന്നു വർക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഹീറ്റ് ഇൻപുട്ടിൻ്റെ വാല്യൂ വേരി ചെയ്യും. ഹീറ്റ് ഇൻപുട്ട് നമുക്ക് Q എന്നുള്ളത് ജസ്റ്റ് ഇനിഷ്യൽ H1 മൈനസ് റീഹീറ്റിംഗ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന അവിടുത്തെ വാല്യൂ. ദാറ്റ് മീൻസ് 4 എന്ന് പറയുന്ന അല്ലെങ്കിൽ H ഡാഷ് എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എൻതാൽപ്പി വാല്യൂ എത്രയാണോ അതായിരിക്കും വരുന്നത്. ഓക്കെ, സോ അത് വീണ്ടും എഗെയിൻ നമുക്ക് എത്രയായിരുന്നു നമുക്കറിയാം. 0.1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് HFൻ്റെ വാല്യൂ 191.8 ആണ്. സോ
Q will be equal to H1 minus 191.8. H1 ൻ്റെ വാല്യൂ is 2910 minus 191.8. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 2910 minus 191.8. We'll obtain that as 2718.2. 2718.2 എന്ന് കിട്ടിയേനെ. സോ എഫിഷ്യൻസി എന്തായേനെ? WT by Q. WTയുടെ വാല്യൂ 785 ഡിവൈഡഡ് ബൈ Qൻ്റെ വാല്യൂ 2718.2. സോൾവ് ചെയ്യുമ്പം we getting the efficiency is equal to 28.87%. 28.87%. നമ്മൾ ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യുന്നതനുസരിച്ച് there should be slight variations ആണ് വരും. ഓക്കെ, സോ നിയർ ബൈ ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം നമുക്ക് കിട്ടാനുള്ളത്.